അങ്ങനെ നമ്മുടെ പറമ്പിന്റെ പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ പണിയുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി പോയ വാഴകളൊക്കെ എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് കിളച്ച്, അതായത് ഈ 3 പണയിലായിരുന്നു നമ്മൾ, ഇവിടെയും പിന്നെ കരയിലുമായിരുന്നു നമ്മൾ ഇത് വെച്ചിരുന്ന ഏത്തൻ. അപ്പം ഏത്തൻ ഫുള്ള് വാഴയെല്ലാം ഫുള്ള് മാറ്റിയിട്ട് അവിടെ ഫുള്ള് കിളച്ച്, ഈ 3 പണയും കിളച്ച്. അതൊരു വലിയ പണയാണ്, അത് അത്യാവശ്യം വലിയൊരു പണയാണ്. 3 റോ ആയിട്ടായിരുന്നു അവിടെ വാഴ വെച്ച്, 3 റോ ആയിരുന്നു. ഇവിടെ എല്ലാം 2 റോ ആണ് വെച്ചോണ്ടിരുന്നത്. അപ്പം അങ്ങനെ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് കിളച്ചിട്ട്, എന്നിട്ട് ഇത് നമ്മുടെ പാളയംകോടന്റെ സെക്ഷനായിരുന്നു. അപ്പം ഇതിനകത്ത് ഉണ്ടായിരുന്ന കന്നുകൾ, മീൻസ് എക്സ്ട്രാ ഉണ്ടായിരുന്ന കന്നുകളെല്ലാം പിഴുത്, ഇന്നലെ ഞാൻ ഇവിടെ ഒന്ന് ചർക്കി വീണായിരുന്നു, ചർക്കിയല്ല, ഞാൻ ചവിട്ടിയ കമ്പ് ഒടിഞ്ഞു പോയി. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എക്സ്ട്രാ കന്നുകളുണ്ടല്ലോ, അത് ഇപ്പുറത്തെ പണയിലേക്ക് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-24 കന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ എടുത്ത് ഇപ്പുറത്ത് വെച്ച്, എന്നിട്ട് അപ്പുറത്ത് നിന്ന വാഴയ്ക്കെല്ലാം ജസ്റ്റ് വളമിട്ട് പിന്നെ ചാലും കോരി, ഈ 2 ചാലും കൂടെ കോരി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പണികളായിരുന്നു ചെയ്തത്. ഇനി പണിയെന്ന് പറയുന്നത്, ഒന്ന് അവിടെ ഇപ്പം നമ്മുടെ വാഴ ഇളക്കി മാറ്റിയില്ലേ ഏത്തൻ, അവിടെ പുതിയ ഇത് പ്ലാൻ ചെയ്യണം. അപ്പൊ അതിന് ഇനി കുഴി ഒഴിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്, കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കപ്പയില് കൊലയൊന്നും വന്ന് തുടങ്ങിയില്ല, കപ്പ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഈ ഒരു പറമ്പും അപ്പുറത്തുമാണ് ഈ ഒരു പറമ്പിലും അപ്പുറത്തുമാണ് നമ്മുടെ കപ്പ ഉള്ളത്. അത് ആക്ച്വലി ഒരെണ്ണത്തിൽ മാത്രമേ കൊല വന്നിട്ടുള്ളൂ, അങ്ങറ്റത്ത്. അതിൻ്റെ കൊല ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന വാഴയാണ്, മീൻസ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഉണ്ടായിരുന്ന വാഴ. അതിപ്പം കൊല നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഇത് ഞാൻ വെച്ചാ, അത് കൊല വന്നിട്ടുണ്ട്. ബാക്കി ഒന്നിലും കൊല വന്നില്ല, ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ. അറൗണ്ട് 1 വർഷമായി. അറൗണ്ട് 1 വർഷമായി കൊല വന്നിട്ടില്ല ഇതിലിപ്പം. അപ്പം അങ്ങനെ. പിന്നെ അപ്പുറത്തെ പറമ്പിലും കപ്പ ഉണ്ട്, മീൻസ് അപ്പുറത്തെ പണയിലും കപ്പയുണ്ട്. ഇതൊക്കെ ഇവിടെ ഓൾറെഡി നിന്നതല്ലേ, ഞാൻ അന്ന് വച്ച സമയത്ത് വെച്ച വാഴകളാണ്. അത് രണ്ടും കൊലച്ചിട്ടുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കരയാണ്. കരയില് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ഈ ഭാഗത്തൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ചാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ഫുൾ ചെളി കയറി കിടക്കുവാണ്. അങ്ങനെ അതൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ കര ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അവിടെയും, അതാണ് ഇനി ബാക്കിയുള്ള പണികൾ. ഇന്നലെ ഈ ചാല് ഫുള്ള് കോരിയിട്ടുണ്ട്, ഈ ചാലും അപ്പുറത്തെ ചാലും കോരി. അപ്പം അവിടുത്തെ കുഴി കുഴിച്ച് അതിനകത്ത് കുമ്മായപ്പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാനുണ്ട്. ആ പണികൾ ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതൊന്ന് നോക്കണം. അതിനിപ്പം ജോലിക്കാർ കാണില്ല, ഞാൻ തന്നെയായിരിക്കും കുഴിയെടുത്ത് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്ലീനിങ് ആണ്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുവിധം പരിപാടികൾ കഴിഞ്ഞു. പിന്നെ കുമ്മായപ്പൊടി ഇട്ടിട്ട് പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് വാഴ വെക്കേണ്ടത്. അപ്പം അതും കൂടെ കണക്കാക്കി അത് കഴിഞ്ഞ് വാഴ വെക്കുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം പോയിട്ട് കന്ന് എടുക്കാനുണ്ട്. ഓൾറെഡി എടുത്ത ടിഷ്യൂ കൾച്ചറിന്റെ തൈകളെല്ലാം പോയായിരുന്നു, അത് ഫംഗൽ ഇൻഫെക്ഷൻ അടിച്ചിട്ട് ഫുൾ തൈകളും പോയായിരുന്നു. അപ്പം ഇനി ഒന്നും കൂടെ കന്നെടുക്കേണ്ടി വരും. ഇതുപോലെ ഒടിഞ്ഞുകൊണ്ട് നടക്കുന്നൊരു തെങ്ങൻ തടിയാണ്. ഈ ഒരു സെക്ഷനും കൂടെ ഉണ്ട് നമുക്ക്, ഇവിടെയും ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഈ വാഴ വെച്ചിരിക്കുന്ന ഒരു ഇത്, അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് വേറെ സ്ഥലമാണ്. ഈ ഒരു പ്ലോട്ടും കൂടി ഉണ്ട്. ഈ കൊല ഇവിടെ ഇവിടെ ഒരു കൊലയുണ്ട്, അത് വിളഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും നാളെയോ മറ്റന്നാളോ ആ ഒരു കടയിലത്തേക്ക് എടുത്തിട്ട് പോകും. ഈ ഒരു കൊല അപ്പുറത്ത് നിൽപ്പുണ്ട് ഒരു കൊല, അതും വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഫസ്റ്റ് സെക്ഷന്റെ നഷ്ടത്തിന് ശേഷം, മീൻസ് ഉള്ള എല്ലാ വാഴയും പുഴുകേറി പോയായിരുന്നല്ലോ. ഓൾമോസ്റ്റ് പുഴുകേറി പോയെങ്കിലും ആക്ച്വലി കൊല കിട്ടിയിട്ടുണ്ട്. പക്ഷെ നോർമലി ഒരു വാഴയിൽ നിന്ന് കിട്ടുന്ന കൊലയുടെ അത്രയും സൈസിലുള്ള കൊലകൾ കിട്ടിയിട്ടില്ലായിരുന്നു. സൈസ് ഭയങ്കര കുറവായിരുന്നു, അതായത് കൊലയുടെ ഗ്രോത്ത് ഭയങ്കര കുറവായിരുന്നു. എന്നാലും ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ആ പാളയം കൂടെ ഫുള്ള് പഴുത്ത്. ആ പുള്ളി
ഇന്ന് വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരു പഴം, പഴമല്ലല്ലോ, കൊല. ഇവിടെ ഉണ്ടല്ലോ. ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് പഴുത്ത്. അപ്പം അത് മേ ബി ഇന്ന് വൈകിട്ട് വല്ലതും പുള്ളി വന്ന് എടുക്കും. ഇവിടെ അടുത്തുള്ളൊരു കടയിലുള്ള പുള്ളിയാ എടുക്കുന്നത്. അപ്പൊ അവിടെ തീരുന്ന സമയത്ത് പുള്ളി ഇവിടെ വന്ന് മുറിച്ചിട്ട് പോകും, കൊല എടുത്തിട്ട് പോകും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. നമ്മുടെ സെക്കൻഡ് ഫേസ്, 2ാമത്തെ വർഷം ഫാമിങ്ങിന്റെ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇന്ന് വന്നത്, ഇന്നലെ ഇളക്കി നട്ട വാഴക്കന്നുകളുണ്ടല്ലോ, അതിനെല്ലാം വെള്ളം ഒഴിക്കണമായിരുന്നു. പിന്നെ കുറെ എണ്ണത്തിന് വളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെക്ഷനിൽ നിൽക്കുന്ന എല്ലാത്തിനും വളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പം അത്രയും ഇതിന് വെള്ളം ഒഴിച്ച് ഇനി അടുത്ത പണി ഇതാണ്. ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ 3 പണിയും പിന്നെ നമ്മുടെ കര ഏരിയയും കൂടെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം. കരയില് ആ ഭാഗത്ത് മാത്രമാണ് ആകപ്പാടെ, ആ തെങ്ങ് നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് ആകപ്പാടെ വാഴ പിടിക്കുന്നത്. ബാക്കി ഫുൾ ഏരിയയിലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വച്ചപ്പോഴത്തേക്കും അങ്ങനെയൊന്നും പിടിച്ചില്ല. അപ്പം അവിടെ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. വല്ല കീരയോ മരിച്ചിനിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ കുറെ നാൾക്ക് ശേഷമുള്ള വാഴത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ. സോ ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലെ കാണാം.